പരിഷ്കരിച്ച് എല്ലാവർക്കും നൽകിയിട്ടുണ്ട്. എന്നിരിക്കലും കഥകളിയുടെ ഒരു ചടങ്ങ് എന്നുള്ള നിലയിൽ ഇവിടെ നടക്കുന്ന കഥാഭാഗത്തിൻ്റെ രംഗസൂചന ഇവരുടെയും ഓർമ്മ പുതുക്കുന്നതിന് വേണ്ടി മാത്രം ഒന്ന് പറയുകയാണ്. എല്ലാവർക്കും മനസ്സിലാകുന്ന രൂപത്തിൽ രംഗംബൈയായിട്ട് പറയാം. ആദ്യം അരങ്ങത്ത് വരുന്നത് നക്രതുണ്ടിയാണ്. നരകാസുരന്റെ ആജ്ഞാനുവർത്തിയായ നക്രതുണ്ടിക്ക് ഒരു ചുമതല മാത്രമേ ഉള്ളൂ. നരകാസുരൻ എന്ത് കൽപ്പിക്കുന്നുവോ അത് നടപ്പാക്കുക. ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് ദേവലോകത്ത് പോയി സുന്ദരികളായ ദേവശ്രീകളെ അപഹരിച്ചു കൊണ്ടുവന്ന് നരകാസുരന് നൽകണം, അതാണ് കൽപ്പന. അങ്ങനെ ദേവശ്രീകളെ പോയി കൊണ്ടുവരുന്നതിന് വേണ്ടി സ്ത്രീ ചടുലമായ ചില പ്രവർത്തികൾ, കണ്ണെഴുതുക, പൊട്ട് തൊടുക, അങ്ങനെ കളിക്കുക, മറ്റുള്ളവരെയൊക്കെ കളിക്കാൻ വിളിക്കുക, ആരും വന്നില്ല എന്നാൽ സ്വയം കളിക്കുക എന്ന് തീരുമാനിച്ച് അങ്ങനെയൊക്കെ കളിച്ച് ഉല്ലസിച്ച് ആടിപ്പാടി നിൽക്കുമ്പോഴാണ് നരകാസുരന്റെ കൽപ്പന ഓർമ്മ വരുന്നത്. അദ്ദേഹത്തിന്റെ കൽപ്പന ശിരസാ വഹിച്ചുകൊണ്ട് ദേവലോകത്തേക്ക് പോകണം. അങ്ങനെ ദേവലോകത്തേക്ക് പോകുവാൻ തീരുമാനിക്കുന്നു. ദേവലോകത്തെത്തി അവിടുത്തെ കാഴ്ചകളെ കണ്ടു. അവിടെ അതിസുന്ദരിമാരായ സ്ത്രീകൾക്ക് പാട്ട് പാടുകയും ആട്ടമാടുകയും ഒക്കെ. നിങ്ങളെല്ലാം പാട്ടും ആട്ടവും ഒക്കെ ആടിക്കോളൂ, ഇനിയെല്ലാം നരകാസുരന്റെ കൊട്ടാരത്തിലാകാം എന്ന് പറഞ്ഞ് ഇവരെ എല്ലാം ഓടിച്ചിട്ട് പിടിച്ച് കൈക്കുള്ളിലാക്കി തിരികെ നരകാസുരന്റെ കൊട്ടാരത്തിലേക്ക് പോകുവാൻ തുടങ്ങുമ്പോഴാണ് ദേവേന്ദ്രന്റെ പുത്രനായ ജയന്തനെ കാണുകയാണ്. ജയന്തന്റെ രൂപഗുണ സൗന്ദര്യമെല്ലാം കണ്ട നക്രതുണ്ടിക്ക് ജയന്തനിൽ അനുരാഗമുണ്ടാകുന്നു. യവനെ എങ്ങനെയെങ്കിലും കൈക്കലാക്കണം എന്നുള്ളൊരു ചിന്ത നക്രതുണ്ടിക്ക് മനസ്സിലുദിക്കുന്നു. എന്നാൽ തൻ്റെ ഈ ഭീകര രൂപം വെച്ച് ജയന്തന്റെ അടുത്തേക്ക് എന്നാൽ അത് ശരിയാവുകയില്ല എന്ന് നിശ്ചയിച്ചുറച്ച നക്രതുണ്ടി അതിസുന്ദരിയായ ഒരു ശ്രീരത്നമായി രൂപം മാറി ലളിത എന്ന നാമത്തോടുകൂടി ജയന്തൻ ഇരിക്കുന്ന അടുത്തേക്ക് പ്രണയാഭ്യർത്ഥനയുമായി ചെല്ലുന്നതാണ് രണ്ടാമത്തെ രംഗത്തെ നമ്മൾ കാണുന്നത്. സുന്ദരിയും സുശീലയുമായ ലളിത വളരെ ചടുലസുന്ദരമായ നൃത്ത ചുവടുകളോടെ ജയന്തൻ ഇരിക്കുന്ന ഭാഗത്തേക്ക് ഇങ്ങനെ കടന്നു ചെല്ലുന്നു. ജയന്തനെ വർണ്ണിച്ച് പുകഴ്ത്തുകയാണ്. എന്നാൽ തൻ്റെ അച്ഛൻ്റെ അനുജ്ഞയില്ലാതെ ഞാൻ ഒരു സ്ത്രീയെ പ്രാണിഗ്രഹണം ചെയ്യുകയോ മറ്റു ഒന്നും ചെയ്യുകയില്ല എന്ന് ദൃഢമായി പറയുന്ന ജയന്തന്റെ വാക്കുകളെ പല രൂപത്തിൽ പറഞ്ഞ് പ്രലോഭിപ്പിച്ച് ജയന്തനെ വശത്താക്കാൻ ശ്രമിക്കുന്നു. എങ്കിലും ജയന്തൻ ഒന്നിനും വഴിപ്പെടുന്നില്ല എന്ന് കണ്ട് തൻ്റെ ഇംഗിതത്തിന് ജയന്തൻ വഴിപ്പെടുകയില്ല എന്ന് മനസ്സിലാക്കിയ നക്രതുണ്ടി തൻ്റെ ഭീകര രൂപം ധരിച്ച് ഞാൻ നിന്നെ കൊണ്ടുപോകും എന്ന് പറഞ്ഞ് ക്രൂരയായി ജയന്തനോട് അടുക്കുകയും അങ്ങനെ ഇരുവരും തമ്മിൽ ഘോരമായ വാഗ്വാദം ഉണ്ടാകുകയും ആ വാഗ്വാദത്തിനൊടുവിൽ ജയന്തൻ നക്രതുണ്ടിയുടെ ചെവിയും മൂക്കും മുലകളും ഛേദിച്ചു കളയുകയാണ്. അവിടുന്ന് രക്തം ഒലിച്ച് ഭീകരരൂപിയായി അലറി വിളിച്ചുകൊണ്ട് നരകാസുരന്റെ കൊട്ടാരം ലക്ഷ്യമാക്കി നക്രതുണ്ടി ഓടുന്നു. അടുത്ത രംഗത്ത് നമ്മൾ കാണുന്നത് നരകാസുരനെയാണ്. നരകാസുരൻ സ്വന്തം ഭാര്യയുമായി രംഗപ്രവേശനമെല്ലാം കഴിഞ്ഞ് ഉദ്യാനത്തിലെത്തി. ഉദ്യാനത്തിലെ വർണ്ണ കാഴ്ചകളൊക്കെ ഭാര്യയ്ക്ക് വിവരിച്ചു കൊടുക്കുകയാണ്. ചന്ദ്രൻ പോലും നിന്റെ സൗന്ദര്യം കണ്ടിട്ട് മേഘങ്ങൾക്കുള്ളിലേക്ക് മറഞ്ഞു പോവുകയാണ്. ചന്ദ്രന് പോലും നിന്റെ സൗന്ദര്യം സഹിക്കാൻ പറ്റുന്നില്ല എന്ന് ഭാര്യയെ വർണ്ണിക്കുന്ന നരകാസുരൻ അവിടെ അതിസുന്ദരമായ കേകി നൃത്തം ഒക്കെ ആടുന്നുണ്ട്. അത് വളരെ ചടുല സുന്ദരമായ നൃത്ത ചുവടുകളാണ് അവിടെ നമ്മൾ കാണുന്നത്. അങ്ങനെ ഭാര്യയുമൊത്ത് സല്ലാപത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന സമയം ഒരു ഭയങ്കരമായ ശബ്ദം കേൾക്കുന്നു. എന്താണ് ശബ്ദം കേൾക്കുന്നത്? ആ ശബ്ദത്തിന്റെ ഗാംഭീര്യം ഇങ്ങനെ കൂടിക്കൂടി വരുന്നു. അതെന്താണെന്ന് അറിയാം എന്ന് പറഞ്ഞ് ഭാര്യയെ പറഞ്ഞ് അന്തപുരത്തിലേക്ക് വിട്ടിട്ട് ചെന്ന് നോക്കുമ്പോൾ രക്തവർണമായ ഒരു രൂപം തൻ്റെ അടുത്തേക്ക് ഓടിക്ക് തച്ച് വരുന്നത് നരകാസുരൻ കാണുകയും തൻ്റെ ആജ്ഞയാൽ ദേവലോകത്ത് ദേവശ്രീകളെ അപഹരിക്കാൻ പോയ നക്രതുണ്ടിയാണെന്ന് മനസ്സിലാക്കി നിന്നെ ആരാണ് ഇപ്രകാരം ചെയ്തത് എന്ന് ചോദിക്കുമ്പോൾ ഇന്ദ്രപുത്രനായ ജയന്തനാണ്. അവിടെ ജയന്തനെ കാമിക്കാൻ ചെന്ന കഥയൊന്നും പറയുന്നത് ഞാൻ ദേവശ്രീകളെ അപഹരിച്ചുകൊണ്ടിരുന്നപ്പോൾ ജയന്തൻ വന്ന് എന്നെ തടയുകയും എന്നെ ഇപ്രകാരം വിരൂപയാക്കി എന്നാണ് നരകാസുരനോട് പറയുന്നത്. അങ്ങനെ നീ പേടിക്കണ്ട, ജയന്തനെ കൊന്ന് അവന്റെ രക്തം ഞാൻ നിനക്ക് തന്നേക്കാം എന്ന് പറഞ്ഞ് നക്രതുണ്ടിയെ സമാധാനിപ്പിച്ച് അയച്ചിട്ട് സ്വർഗം ജയിക്കാനുള്ള ആ പടപ്പുറപ്പാടും ആയുധങ്ങളൊക്കെ കൂട്ടി
പടയാളികളോടൊപ്പം നരകാസുരൻ ദേവലോകത്തെത്തിയും ഇന്ദ്രനെ പോരിന് വിളിക്കുകയും അതിഭയങ്കരമായ യുദ്ധത്തിൽ ഇന്ദ്രനെ തോറ്റോടിക്കുകയും ഇന്ദ്രന്റെ വാകരമായ ഐരാവതവുമായി നാൽക്കൊമ്പൻ ആനയുമായി യുദ്ധം ഉണ്ടാകുകയും ഐരാവതത്തെയും തോൽപ്പിക്കുന്നു. സ്വർഗത്തിലുള്ള അതിവിശിഷ്ടമായ ആലവട്ടവും മുഞ്ചാമരവും അതിഥി മാതാവിന്റെ ഇന്ദ്രമാതാവിന്റെ കുണ്ടലങ്ങൾ ചെവി അറുത്ത് എടുത്ത് ഭൂമിയിലേക്ക് തിരികെ പോകുവാൻ തുടങ്ങുമ്പോൾ ഇന്ദ്രൻ ശ്രീകൃഷ്ണ ഭഗവാനെ സങ്കടം അറിയിക്കുകയും ഗരുഡവാഹനത്തിലേറി ശ്രീകൃഷ്ണനും സത്യഭാമയും നരകാസുരനുമായി യുദ്ധത്തിന് പുറപ്പെടുകയും അങ്ങനെ നടക്കുന്ന യുദ്ധത്തിൽ ശ്രീകൃഷ്ണൻ മോഹാത്സ്യപ്പെട്ട് വീഴുമ്പോൾ സത്യഭാമ യുദ്ധസന്നദ്ധയായി തുടങ്ങുകയും നരകാസുരന്റെ ഓരോരോ ആയുധങ്ങൾ വീണുപോകുകയും ഈ തക്കം നോക്കി ഉണർന്ന ശ്രീകൃഷ്ണ ഭഗവാൻ ചക്രായുധം കൊണ്ട് നരകാസുരനെ വധിച്ച് ഭൂമിയെ രക്ഷിക്കുകയും അവിടെ അടച്ചിട്ടിരുന്ന 16,000 സുന്ദരികളായ സ്ത്രീകളെ ശ്രീകൃഷ്ണൻ മോചിപ്പിക്കുകയും സ്വർഗലോകത്ത് നിന്ന് നരകാസുരൻ അപഹരിച്ചു കൊണ്ടുവന്ന മുഴുവൻ വസ്തുക്കളും ഇന്ദ്രനെ തിരിച്ചേൽപ്പിക്കുകയും ചെയ്യുന്നത് വരെയുള്ള കഥാഭാഗമാണ് ഇന്ന് ഇവിടെ ഈ വേദിയിൽ അവതരിപ്പിക്കുന്നത്. ഇതിൽ പങ്കെടുക്കുന്ന കലാകാരന്മാരെ പരിചയപ്പെടുത്താം. നക്രതുണ്ടിയായി അരങ്ങത്തെത്തുന്നത് ശ്രീമാൻ കലാരംഗം ബിജുലാൽ. ദേവശ്രീകളായി ശ്രീ കലാമണ്ഡലം ആരോമലും കലാഭാരതി മനോജുമാണ്. ലളിതയായി നക്രതുണ്ടി വേഷം മാറി വരുന്ന സുന്ദരിയായ ലളിതയായി വരുന്നത് ശ്രീമാൻ മധു വാരണാസി. ജയന്തനായി ഡോക്ടർ രാജീവ്, RCCയിലെ അസോസിയേറ്റ് പ്രൊഫസറാണ് ഡോക്ടർ രാജീവ് സാറ്. നരകാസുരനായി FACT മോഹനൻ. നരകാസുര ഭഗ്നിയായി കലാമണ്ഡലം ആരോമൽ. ദേവേന്ദ്രൻ കലാരംഗം അക്ഷയ് M സതീഷ്. സത്യഭാമ ശ്രീ കലാമണ്ഡലം ആരോമൽ. ശ്രീകൃഷ്ണൻ അക്ഷയ് M സതീഷ്. ഗരുഡൻ കലാഭാരതി മനോജ്. ഈ കഥ നിങ്ങളുടെ മുന്നിലേക്ക് പാടി അവതരിപ്പിക്കുന്നത് ശ്രീമാൻ കലാമണ്ഡലം സജീവൻ, കലാമണ്ഡലം വിനീഷ് എന്നിവരാണ്. ചെണ്ട ഞാൻ തന്നെയാണ്. എൻ്റെ പേര് വാദ്യശ്രീ കലാമണ്ഡലം രാധാകൃഷ്ണൻ. എന്നെ കൂടാതെ ശ്രീമാൻ കലാനിലയം സുഭാഷ് ബാബു. മദ്ദളം വാദ്യശ്രീ കലാമണ്ഡലം വേണുകുട്ടൻ, ശ്രീമാൻ കലാമണ്ഡലം അനന്തു ശങ്കർ. ചുട്ടി ആർട്ടിസ്റ്റ് കൊടുവഴൂർ വിനോദ്. അണിയറ ശില്പികൾ മുകുന്ദപുരം വേണുഗോപാൽ, തുളസി രാമനാട്യം, വിജയകുമാർ രാമനാട്യം, ഉണ്ണി രാമനാട്യം. അവതരണം ശ്രീ ജനാർദ്ദന വിലാസം, കഥകളി കലാരംഗം വർക്കല. മാനേജർ കലാമണ്ഡലം സുധേവൻ. ബഹുമാനിയെ സമ്പൂർണ്ണ ക്ഷേത്രകലയായ കഥകളി ആണ്ടുതോറും ഈ തിരുമുറ്റത്ത്, ഈ മഹാക്ഷേത്ര തിരുമുറ്റത്ത് നടത്താറുണ്ട്. അത് നടത്തുന്നതിന് മനസ്സ വാച കർമ്മണ പരിശ്രമിക്കുന്ന ഇതിൻ്റെ കുടുംബ ഭാരവാഹികൾക്കും എല്ലാ വ്യക്തികൾക്കും നന്ദി രേഖപ്പെടുത്തിക്കൊണ്ടും കഥകളി കാണുവാനും കലാകാരന്മാരെ അനുഗ്രഹിക്കുവാനും ഇവിടെ എത്തിച്ചേർന്ന എല്ലാ കഥകളി ആസ്വാദകർക്കും നന്ദി രേഖപ്പെടുത്തിക്കൊണ്ടും